നമസ്കാരം. നമ്മുടെ ജീവിതത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഇതാണ് സാമ്പത്തിക ബാധ്യത, അതായത് കടം. ഒട്ടുമിക്ക കുടുംബങ്ങളിലും ഉണ്ട് സാമ്പത്തിക ബാധ്യത, അല്ലേ? അത് ഒരു കടമാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും വീട്ടിയെടുക്കാം. ഇത് പല ഭാഗത്തു നിന്ന് നമുക്ക് സാമ്പത്തിക ബാധ്യത വന്നിട്ടുണ്ടെങ്കിൽ, അതായത് കടം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോകും അതിനകത്ത്, അല്ലേ? നമുക്ക് അതിനകത്ത് ഊരിപ്പോകാനൊക്കെ സാധ്യത കുറവാണ്. അതായത് ഒരെണ്ണം അടയ്ക്കുമ്പോഴത്തേനും അടുത്തത് കൂടും, അടയ്ക്കുമ്പോഴത്തേനും അടുത്തത് കൂടും. അങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ നമ്മളെ ചുറ്റി വലിയുകയാണ്. അതായത് ഒരു പെരുമ്പാമ്പ് നമ്മളെ വിഴുങ്ങുന്ന രീതിയിൽ മുഴുവൻ നമ്മളെ കാല് തൊട്ട് തിന്ന് തല വരെ തിന്നുന്ന അവസ്ഥയിലേക്ക് ഈ കടബാധ്യത കൊണ്ടെത്തിക്കാറുണ്ട്. പല കുടുംബങ്ങളും തകർന്നു പോകുന്ന അങ്ങനെയാണ്. പലരും പേടിച്ച് പോലും ആത്മഹത്യ ചെയ്യുന്നുണ്ട്, അല്ലേ? കടബാധ്യതയിൽ പെട്ടിട്ട് തിരിച്ചടയ്ക്കാൻ സാധിക്കില്ലെങ്കിൽ പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല, അതിനകത്ത് മുങ്ങിപ്പോയി നിർത്തുക. അതൊന്നിനും ഒരു പരിഹാരമല്ല. നമ്മൾ ആദ്യം തന്നെ വിചാരിക്കേണ്ട നമ്മൾ സഞ്ചരിക്കുന്ന ഒരു എന്താ പറയുക, വള്ളത്തിനാന്ന് വെച്ചു, വള്ളത്തിന് ഓട്ടകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓരോന്നായിട്ട് നമ്മൾ അടച്ചടച്ച് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുക. അതായത് പലയിടത്തുനിന്ന് മേടിച്ച കടങ്ങൾ ഓരോന്ന് അവിടെ നിർത്തി വെച്ചിട്ട് നമ്മൾ പുതിയത് കടങ്ങൾ ഉണ്ടാക്കാതെ ശ്രമിക്കുക. എന്നിട്ട് നമ്മൾ കൂടുതൽ വർക്ക് ചെയ്ത് അതെങ്ങനെയെങ്കിലും വീട്ടാൻ നമ്മൾ ശ്രമിക്കുക. നമ്മുടെ ഇൻകം കൂട്ടുക. എന്നിട്ട് നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ അടച്ചു തീർക്കാൻ ശ്രമിക്കുക. അതിന് നമ്മൾ മുൻകൈ എടുക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ? നമ്മുടെ കുടുംബാംഗങ്ങളായിട്ട്, നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ടോ അവരുമായിട്ടിരുന്ന് കൂടിയിരുന്ന് ആലോചിക്കുക. എന്നിട്ട് അതെങ്ങനെ വീട്ടാമെന്ന് ആലോചിക്കുക. നമ്മൾ വെറുതെ ഇരുന്ന് സമയം കളയുന്ന സമയത്തും അത് എങ്ങനെയാണ് വീട്ടുന്നതിന് വേണ്ടി അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീട്ടാൻ പറ്റും. ഇപ്പം നമ്മളൊരു ജോലിയെ ചെയ്യുന്നെങ്കിൽ വേറെ ഒരു എക്സ്ട്രാ ജോലിയും കൂടെ നമ്മുടെ വീട്ടിലുള്ളവരും കൂടെ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഭർത്താവിന് ജോലിയുള്ളൂ, ഭാര്യയ്ക്ക് ജോലിയില്ലെങ്കിൽ ഭാര്യയും കൂടി ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കൂടുതൽ അടച്ചടച്ച് നമുക്ക് എങ്ങനെയെങ്കിലും ഓരോന്നായിട്ട് ആദ്യം ചെറിയ കടങ്ങൾ അടച്ചു തീർക്കാൻ ശ്രമിക്കുക. വലിയത് അടയ്ക്കാൻ നമുക്ക് പിന്നീട് പൈസ ഉണ്ടാവുള്ളൂ. അപ്പം ആദ്യം ഉള്ള കുഞ്ഞു കടങ്ങൾ അടച്ചു തീർക്കുക. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ആദ്യം പലിശ കൂടുതലുള്ള അടച്ചു തീർക്കാമെന്ന് വെക്കാം. എങ്ങനെയാണെങ്കിലും നമ്മൾ ആദ്യം കുറോശെ അടയ്ക്കുക. പിന്നെ എക്സ്ട്രാ ഏതെങ്കിലും പൈസ നമ്മുടെ കയ്യിൽ കൂടുതൽ വരുമ്പം അത് കൂട്ടി അടയ്ക്കുക. അങ്ങനെ കൂട്ടി അടച്ചടച്ച് നമുക്ക് ഓരോ കടങ്ങളായിട്ട് വീട്ടാൻ പറ്റും. ഇപ്പം ഈ സ്വർണ്ണ ലോണൊക്കെ എടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, ഗോൾഡ് ലോണൊക്കെ പണയം വെച്ചെടുക്കില്ല ചിലർ. അത് നമ്മുടെ കൈ കിട്ടുന്ന പൈസ ആ ലോണിലേക്ക് അടച്ചുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് കുറഞ്ഞു വരും. അങ്ങനെ നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക. അല്ലാതെ നമ്മൾ കൂട്ടി പിന്നെ ഒരു കടം വീട്ടാൻ വേണ്ടി അടുത്തടുത്തുനിന്ന് മേടിച്ചു, അടുത്തടുത്ത വീട്ടാൻ വേണ്ടി അടുത്തടുത്തുനിന്ന് മേടിച്ചു. അപ്പം നമ്മൾ വീണ്ടും കടങ്ങളിൽ മുങ്ങി പോവുള്ളൂ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ വള്ളം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും കൂടെ കുടുംബസമേതം മുങ്ങും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോന്നായിട്ട് വീട്ടാൻ ശ്രമിക്കുക. ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ഈ കടം മേടിക്കുക എന്നുള്ളതാണ്. പരമാവധി നമ്മൾ അങ്ങനെ കടം മേടിക്കാതെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പം നമ്മളൊരു വീട് മേടിക്കാൻ ശ്രമിക്കുമെന്ന് വെച്ചു, നമ്മുടെ കയ്യിൽ കുറച്ച് പൈസയെങ്കിലും ഉണ്ടാക്കിയ ശേഷം മാത്രമേ നമ്മൾ വീട് മേടിക്കാനോ അല്ലെങ്കിൽ വീട് പണിയാനോ തുടങ്ങാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കടബാധ്യതയിലേക്കാവും. മുഴുവൻ ലോൺ എടുത്തൊരു വീട് വെച്ചാൽ അതിനുള്ള ഇൻകം നമുക്കില്ലെങ്കിൽ നമ്മൾ കടബാധ്യതയിലേക്കായി പോകും. പിന്നെ നമ്മുടെ വീട്ടിൽ നമ്മളിപ്പോൾ വലിയ സ്റ്റൈലിലൊക്കെ ആയിരിക്കും ജീവിക്കുന്നതെന്ന് വെച്ചോ, മറ്റുള്ളവരുടെ മുമ്പിൽ കാട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വലിയ വണ്ടി, വലിയ വാഹനം, വലിയ എന്താണെന്ന് പറയുക സ്റ്റൈലിലേ ജീവിക്കുള്ളൂ എന്ന് തീരുമാനിക്കാതെ അതൊന്നും മറ്റുള്ളവരല്ല നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ജീവിതത്തിൽ അവർക്കൊന്നുമല്ല പ്രാധാന്യം. ഞാൻ നന്നായിട്ട് ജീവിക്കണം, എൻ്റെ കുടുംബത്തെ നോക്കണം എന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ അങ്ങ് വിട്ടേക്കുക. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടി വിറ്റിട്ട് ആ കടം അങ്ങ് തീർക്കാൻ ശ്രമിക്കുക. വണ്ടി ലോൺ ഉണ്ടെങ്കിൽ അത് തീർന്നു പോയിക്കോളും. അതേപോലെ നമുക്കിപ്പോൾ തൽക്കാലത്തേന് കടബാധ്യത, നമുക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടി വിൽക്കാനുണ്ടെങ്കിൽ അത് വിറ്റിട്ട് നമ്മൾ കടം വീട്ടാൻ ശ്രമിക്കുക. വീട്ടിൽ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും അത് വാങ്ങാൻ പറ്റും. അല്ലാണ്ട് നമ്മൾ താൽക്കാലികമായിട്ട് രക്ഷപ്പെടും. പിന്നെ നമ്മൾ സൂക്ഷിച്ചാൽ മതി കടബാധ്യത ഉണ്ടാകാണ്ടിരിക്കാൻ. അല്ലാണ്ട് എന്താ പറയണേ, നമ്മൾ എപ്പോഴും ഈ കടത്തിലിങ്ങനെ മുങ്ങി തന്ന നമ്മുടെ ജീവിതം ഉണ്ടാവുകയില്ല. നമ്മുടെ ഈ കൊച്ചു ജീവിതം കഴിഞ്ഞു പോകും. കടമാണെന്നും പറഞ്ഞാൽ പിന്നെ അതിനൊരു പരിഹാരം കാണാനാണ് പലരും ആത്മഹത്യ അതുപോലുള്ളതിലേക്ക് ചെന്ന് ചാടുന്നത്. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടെ കടബാധ്യതകൾ തീർക്കാൻ നമ്മൾ ശ്രമിക്കുക. അത് നമ്മുടെ വീട്ടിലുള്ളവരുമായിട്ട് കൂടിയിരുന്ന മക്കളോടും ഭാര്യയോടും എല്ലാവരും കൂടെ കൂടിയിരുന്ന് ആലോചിച്ച ശേഷം അതിന് തീരുമാനമെത്തുക.
അല്ലാണ്ട് മദ്യമായി നമ്മൾ ഇപ്പോഴത്തെ എന്തെങ്കിലും കടബാധ്യത അല്ലെങ്കിൽ എന്തെങ്കിലും മാനസിക വിഷമം ഉണ്ടാകും ഉടനെ മദ്യം കുടിക്കുകയോ, പെണ്ണുങ്ങൾ സഹിതം അതെ, ഇപ്പോൾ സ്ത്രീകൾ സഹിതം മദ്യം കുടിക്കുന്നവരുണ്ട്. ഒന്നിനും ഒരു പരിഹാരം. അത് പിന്നെ നമ്മൾ കടബാധ്യതയിലേക്കുള്ളൂ. നമ്മൾ ചിന്തിക്കുക, ഏത് രീതി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് പറ്റും എന്ന് നമ്മൾ ചിന്തിക്കുക. എന്നിട്ട് നമ്മൾ ആ വഴിക്ക് തന്നെ അങ്ങ് പോവുക. ആ ഓരോന്നായിട്ട് ഓരോരോ ഓട്ടയടച്ച്, വള്ളത്തിൻ്റെ ഓട്ടകൾ ഓരോന്നോരോന്ന് അടച്ചടച്ച് കൊണ്ടുവരിക. എന്നിട്ട് ലാസ്റ്റത്തെ ഓട്ട അടച്ചു കഴിയുമ്പോൾ നമ്മൾ രക്ഷപ്പെടും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഈ വരുമാനങ്ങളേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അല്ലാണ്ട് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡംബരത്തിലേക്ക് പിന്നെയും പോവാതിരിക്കുക. കടം മേടിച്ച് ആഡംബരം കാണിക്കാതിരിക്കുക. അപ്പം തന്നെ കടബാധ്യത കുറയും. പലരും ജീവിക്കുന്നത് എന്നാണെന്നറിയാമോ? പണ്ട് വലിയ ഹൈ ലെവലിൽ ജീവിച്ചു, ഇനി ആ ലെവലിൽ തന്നെ ജീവിക്കണം എന്നും പറഞ്ഞ് കടം മേടിയിട്ട് ഒരേ സ്ഥലത്ത് നിന്ന് മേടിച്ച് അവിടെ കൊടുത്തു, അവിടെ നിന്ന് മേടിച്ച് ഇവിടെ കൊടുത്തു, എന്നിട്ട് ആഡംബരങ്ങൾ മേടിച്ചു. എന്തിനാന്നേ? നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനുള്ളതല്ല, നമ്മൾ സ്വസ്ഥമായിട്ട് ജീവിക്കേണ്ടതല്ല. ഒരു നേരം നന്നായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം, അല്ലേ? കടബാധ്യത ഉള്ള ആർക്കെങ്കിലും കിടന്നുറങ്ങാൻ സാധിക്കുമോ? നാളെ എന്ത് സംഭവിക്കും എന്ന് ഓർത്തോണ്ടെ ഉറക്കം വരെ ഇല്ലാത്ത അവസ്ഥകളിലേക്ക് ചെന്നെത്തും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, കടബാധ്യത ഉള്ളവർ പരമാവധി കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാസീവ് ഇൻകത്തിൻ്റെ കൂടെ ഒരു ആക്റ്റീവ് ഇൻകം കൂടെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അത് നമ്മുടെ വീട്ടിൽ പറ്റുന്നവരൊക്കെ ചെയ്യുക ജോലി. എന്നിട്ട് അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കി നമ്മൾ സേവ് ചെയ്യുക. സേവ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കടങ്ങളിലേക്ക് അടച്ചടച്ചെങ്കിലും തീർക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ സേവ് ചെയ്യാൻ പോയാൽ മതി. അതേപോലെ പണം സമ്പാദിച്ച ശേഷം മാത്രമേ നിങ്ങൾ വീട് മേടിക്കൂ, അല്ലെങ്കിൽ വീട് പണിയോ, എന്തെങ്കിലും സ്ഥലം മേടിക്കൂ, എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് വരുമാനമെങ്കിലും സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കടത്തിലേക്കായി പോകും. അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള വരുമാനം ഉണ്ടായിരിക്കണം. നല്ല സാമ്പത്തിക സ്ഥിതിയിലുള്ളവർക്കാണെങ്കിൽ അതൊന്നും ഒരു കുഴപ്പമല്ല. അവർക്ക് ഇഷ്ടം പോലെ പൈസ ഉണ്ടെങ്കിൽ അവർക്ക് സ്ഥലം മേടിക്കുകയോ ഇഷ്ടം പോലെ മേടിക്കുകയോ ചെയ്യാം. സാധാരണക്കാരാണ് അധികവും പെട്ടുപോകുന്നത് ഇങ്ങനെയുള്ള കടബാധ്യതകളിൽ. അപ്പം നമ്മൾ പണം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. എന്നാന്ന് പറയണേ, ഈ ജോലി കിട്ടിയ ഉടനെയൊക്കെയുള്ള പിള്ളേരുണ്ടല്ലോ, അവർ സൂക്ഷിക്കാൻ ശ്രമിക്കുക, പണം ഒക്കെ സമ്പാദിക്കാൻ ശ്രമിക്കുക. അപ്പം അവരുടെ ഒരു നല്ല പ്രായം എന്ന് പറയുന്നത് ഒരു 35-40-45 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും അവർക്ക് കയ്യിലൊരു ഒരു നല്ല ഒരു സേവിങ് ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെ പിള്ളേരെ നമ്മൾ ശീലിപ്പിക്കുക. ഒരു സേവിങ് തുടങ്ങാനും ഒക്കെ നമ്മുടെ മക്കളെ ശീലിപ്പിക്കുക. നമ്മൾ അങ്ങനെയൊക്കെ മുന്നോട്ട് പോകണം. അല്ലാണ്ട് കടബാധ്യത കിടന്നാൽ നമ്മളെ ആരെങ്കിലും സഹായിക്കാനുണ്ടോ? ഒരു മനുഷ്യനില്ല. നമ്മൾ സമ്പാദിച്ചാലേ നമ്മുടെ കയ്യിലുള്ളൂന്നേ. നമ്മുടെ മക്കൾക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ സമ്പാദിക്കണ്ടേ? ഒരു പ്രായം വരെ അവരെ പറന്നു പോകുന്നവരെ അവർക്കുള്ള സമ്പാദ്യം നമ്മൾ ഉണ്ടാക്കണ്ടേ? നമ്മൾ ഈ പൊങ്ങച്ചത്തിൻ്റെയും അല്ലെങ്കിൽ ആഠ്യത്വത്തിൻ്റെയും പുറകെ നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ വലിയ പുള്ളിയാന്ന് പറഞ്ഞാലും ഒരു കാര്യമില്ല. കടം വരുമ്പം ഇതിലൊരു പുള്ളിക്കും അല്ലെങ്കിൽ ആഠ്യത്വത്തിനോ അല്ലെങ്കിൽ ഞാൻ വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ടൊന്നും കടം നമ്മളെ സമ്മതിക്കുകയൊന്നുമില്ല. കടം തന്നെയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ കിഴുത്തകളും അടച്ച് ഓട്ടകളും ഒക്കെ അടച്ച് നമ്മൾ പരമാവധി സേഫ് ആകാൻ ശ്രമിക്കണം. അല്ലാണ്ട് ദുഃഖിച്ചിരുന്നിട്ടും കാര്യമില്ല. നമുക്ക് പുതിയ പുതിയ വരുമാന മാർഗം എന്താണോ ഉണ്ടാക്കാൻ പറ്റുന്നത് അതനുസരിച്ച് കൂട്ടി ഇൻകം ഉണ്ടാക്കി കൂട്ടി അടച്ചടച്ച് വരണം. കടങ്ങൾ തീർത്ത് വരണം. ആദ്യം കൊച്ചു കടങ്ങളുണ്ടെങ്കിൽ 25 ലക്ഷം അല്ല ഒരു 20,000 രൂപയുടെ അല്ലെങ്കിൽ 50,000 രൂപയുടെ 1 ലക്ഷം രൂപയുടെ എന്നൊക്കെ പറയുന്ന കടങ്ങളുണ്ടെങ്കിൽ അത് ആദ്യം അടച്ചു തീർക്കാൻ ശ്രമിക്കുക. അതേപോലെ ഈ ഗോൾഡൊക്കെ ലോൺ പണയം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് കുറേശ്ശെ അടച്ചടച്ച് അത് തിരിച്ചെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അതങ്ങ് വിറ്റേക്കുക. ആ കടം തീർന്നു, അത് വിറ്റിട്ട് നമുക്ക് പിന്നെ മേടിക്കാമെന്ന് വെക്കുക. അല്ലാണ്ട് നമ്മൾ വലിയ പൊങ്ങച്ചത്തിന് വേണ്ടിയിട്ട് ആ ഗോൾഡ് തിരിച്ചെടുത്തോണ്ട് വരുമ്പോൾ അത് അത്രയും കടത്തിലേക്ക് ആവണത്. ഒത്തിരി കടമുള്ളവർ അങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ വാഹനത്തിന് ലോൺ ഉണ്ടെങ്കിൽ വാഹനം കൊടുത്തേക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള ഒരു സ്കൂട്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ആവശ്യമുള്ള അത് വേണ്ടെങ്കിൽ മേടിച്ചാൽ മതിയെന്നേ, ഒരു സെക്കൻഡ് ഹാൻഡ് മേടിച്ചാൽ മതി. അങ്ങനെ ചിലവ് ചുരുക്കി കൊണ്ടുവരിക. നമ്മുടെ വീട്ടു ചെലവിൽ ഒത്തിരി അനാവശ്യമായ ചിലവുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ചുരുക്കുക. നമ്മുടെ ഭാര്യയ്ക്ക് ജോലിയില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പണി ഭാര്യയ്ക്ക് കണ്ടുപിടിച്ച് കൊടുക്കുക. മക്കൾക്ക് ജോലിയില്ല, മക്കൾ ജോലി ചെയ്യണ പ്രായമായെങ്കിൽ അവർ എന്തെങ്കിലും ഒരു പണിക്കൊക്കെ പോകാൻ പറഞ്ഞ് നമ്മൾ വിടുക. നമ്മളങ്ങനെ നമ്മൾ എന്തിനാ സ്റ്റാറ്റസ് അല്ലെങ്കിൽ വലിയ പുള്ളികളാണെന്നും പറഞ്ഞ് നമുക്ക് ഇപ്പം ജോലി ചെയ്യണതിനൊന്നും ആരും അങ്ങനെ നാണക്കേടൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. എന്ത് ജോലിയും നമുക്ക് ചെയ്യാം. നമുക്ക് പറ്റുന്ന ജോലികൾ എല്ലാവർക്കും ചെയ്യാം, അല്ലേ? അതിനൊന്നും ഒരു നാണക്കേടും വിചാരിക്കേണ്ട കാര്യമില്ല. മറ്റുള്ളവരല്ലല്ലോ നമ്മുടെ വീട്ടിലെ കാര്യം അന്വേഷിക്കുന്നത്, നമ്മൾ തന്നെ വേണ്ട നമ്മുടെ വീട്ടിലെ കാര്യം അന്വേഷിക്കാൻ. അപ്പം മറ്റുള്ളവരുടെ വാക്കുകൾക്കൊന്നും ഒരു വില കൊടുക്കാതിരിക്കുക. നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക, നമ്മുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കുക, നമ്മുടെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുക. അപ്പം നമ്മുടെ വീട്ടിൽ സമാധാനവും സന്തോഷവും എല്ലാം ഉണ്ടാകും.
അല്ലാണ്ട് മറ്റുള്ളവരെ കാത്തിരുന്നിട്ടൊന്നും നമുക്ക് ജീവിതം മുന്നോട്ട് പോയില്ല. അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ബാധ്യത വന്നു എന്ന് വെച്ചാൽ ആത്മഹത്യയും അതിനൊരു പരിഹാരമല്ല. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് എന്തെങ്കിലും ചെയ്ത് ഇത് വീട്ടാൻ ഇനി പിന്നീട് പുതിയത് ഉണ്ടാക്കി കടങ്ങൾ വെക്കാതിരുന്നാൽ മാത്രം മതി. പുതിയതിലേക്ക് പിന്നീട് ചെന്ന് ചാടാണ്ടിരുന്നാൽ മതി. ആവശ്യമില്ലാത്തത് എല്ലാത്തിനും നമ്മൾ ഒഴിവായി വന്നു നോക്കി നമുക്ക് വീട്ടാൻ സാധിക്കും. നമ്മളങ്ങനെ പോസിറ്റീവായിട്ടേ ചിന്തിക്കാവുള്ളൂ. അങ്ങനെയൊന്നൊക്കെ ചിന്തിച്ച് നോക്കിക്കേ, നമ്മൾ രക്ഷപ്പെടണം നമുക്ക് തന്നെ അറിയാം. ആരും നിരാശരാകരുത് കേട്ടോ. ഒരു കടബാധ്യത വന്നു ഓർത്തൊന്നും നിരാശരാകണ്ട, അതോർത്ത് പേടിക്കുകയും വേണ്ട. അതൊക്കെ നമുക്ക് വീടി നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ എല്ലാവർക്കും സാധിക്കും. അപ്പം ഞാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.